മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വേദനയോടുകൂടി ലഭ്യമായ കുറേ ചരിത്ര പുസ്തകങ്ങൾ ഭാരതത്തിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഉൾപ്പെടെ കോളേജിൽ പഠിക്കാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഞാൻ എഴുതിയ പുസ്തകമാണ് പൈതൃകത്തിൻ്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും എന്ന പുസ്തകം. ഒത്തിരി കോപ്പികൾ ചിലവായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ പുസ്തകം ഊണ് കഴിച്ചതിന് ശേഷമേ വായിക്കാവൂ, ഭക്ഷണം കഴിച്ചതിന് ശേഷമേ വായിക്കാവൂ, അല്ലെങ്കിൽ ചോറ് ഇറങ്ങില്ല എന്ന്. അത്രയും ദുഃഖം തോന്നും. ഭാരതത്തിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ കീഴിൽ, മുസ്ലിം ആക്രമികളുടെ കീഴിൽ അനുഭവിച്ച ദുരിതം ഒന്ന് വായിച്ചാൽ, ആ ഭാരതത്തിലെ ഹിന്ദുക്കളെ മുസ്ലിം ഇൻവേഡേഴ്സ്, ആക്രമികൾ, ഭരണാധികാരികൾ അനുഭവിപ്പിച്ച ദുഃഖം മുഴുവനും എഴുതിയതിനു ശേഷം അതിൽ ഞാൻ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മുസ്ലിങ്ങളുടെ ഭരണാധികാരികളുടെ അവസ്ഥയെക്കുറിച്ച് തുടക്കം മുതൽക്ക് ഏതാണ്ട് 2 പേജുണ്ട്. ക്ഷമയുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, ബോറിംഗ് ആയി തോന്നും. AD 962 ഭാരതത്തെ ആക്രമിച്ച തുർക്കിയിലെ മുസ്ലിം സേനാനായകൻ AD 963 വധിക്കപ്പെട്ടു. AD 997 സുബക്തീൻ വധിക്കപ്പെട്ടു, ഭരണാധികാരിയായിരുന്നു. AD 1017 മുഹമ്മദ് സ്വന്തം പടയാളികളുടെ ആക്രമത്തിൽ വധിക്കപ്പെട്ടു. 17 പ്രാവശ്യം ഭാരതത്തെ ആക്രമിച്ച് സമ്പത്ത് കൊള്ളയടിച്ച മുഹമ്മദ് ഗസ്നി 1030 യാത്രാമധ്യേ വധിക്കപ്പെട്ടു. 1040 മസൂദ് എന്ന രാജാവ് ആക്രമി മരിച്ചു. 1049 മൗദൂദ് എന്ന ആക്രമിയെ കൂട്ടത്തിലുള്ളവര് വധിച്ചു. 1206 ഗസ്നിയിലേക്ക് തിരിച്ചു പോകുന്ന വഴി മുഹമ്മദ് ഗോറിയെ ഖോഖാഷ് വർഗക്കാർ പതിയിരുന്ന് ആക്രമിച്ചു കൊന്നു. കളിക്കളത്തിൽ നിന്നുണ്ടായ ശക്തമായ മുറിവ് കാരണം ഗോറി വംശത്തിലെ കുത്തബ്ദീൻ ഐബക്ക് 1210 ചത്തു. 1211 ഗോറി വംശത്തിലെ അറം ഷാ വധിക്കപ്പെട്ടു. 1236 രോഗം പിടിപെട്ട് ഇൽതത്തുമിഷ് വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ മരിച്ചു. അടിമ വംശത്തിലെ അവസാന ഭരണാധികാരിയായ റുഖിൻ ഉദ്ദീൻ ഫിറോസ് ഷായെ 1236 നവംബറിൽ റസിയ സുൽത്താന എന്ന മുസ്ലിം സ്ത്രീ സൈനികരുടെ സഹായത്തോടെ തടവിലാക്കി കഴുത്തറത്ത് കൊന്നു. 1240 ഒക്ടോബർ 13 റസിയ സുൽത്താന എന്ന ഗോറി വംശത്തിലെ രാജ്ഞി കൊള്ളക്കാരാൽ വധിക്കപ്പെട്ടു. ഗോറി വംശത്തിലെ ബഹ്റാം ഷാ 1242 മെയ് മാസത്തിൽ തടവില് കഴുത്തറത്ത് അദ്ദേഹം വധിക്കപ്പെട്ടു. 1266 നസറുദ്ദീൻ ഷാ, 1287 ഗിയാസുദ്ദീൻ ബാൽബൻ, ഇവർ രണ്ടുപേരും വധിക്കപ്പെട്ടു. 1296 ഖിൽജി വംശത്തിലെ ജലാലുദ്ദീനെ മരുമകൻ അലാവുദ്ദീൻ വാളെറിഞ്ഞ് കൊന്നു. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതം മാറ്റിയ അലാവുദ്ദീൻ ഖിൽജിയെ 1316 ജനുവരി 2 വിഷം കൊടുത്തു കൊന്നു. 1320 കുത്തബ്ദീൻ മുബാറക് ഷാ എന്ന ഖിൽജി വംശ സുൽത്താനെ അയാളുടെ സൈന്യങ്ങൾ തന്നെ തലയറുത്തെടുത്ത് മൈതാനിയിൽ തട്ടിക്കളിച്ച് കൊന്നു. 1320 തന്നെ അടുത്ത ഭരണാധികാരിയായിരുന്ന നസറുദ്ദീൻ ഖുസ്രാവ് ഷായെ യുദ്ധത്തിൽ വധിച്ചു. അവരുടെ തന്നെ പട്ടാളിക്കാര് ഐൻ ഉൽ വലിക് എന്ന എതിർ സേനാനായകനാണ് അയാളെ വധിച്ചത്. തുഗ്ലക് വംശസ്ഥാപകനായ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ മകൻ ജനാ ഖാൻ വധിച്ചു. 1370 ഖാൻ ഇ ജഹാൻ മഖ്ബൂർ വധിക്കപ്പെട്ടു. 1388 സെപ്റ്റംബർ 20 നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഫിറോസ് ഖാൻ വിശന്നു വലഞ്ഞു മരിച്ചു. 1389 ഗിയാസുദ്ദീൻ തുഗ്ലക് ഷാ രണ്ടാമൻ വധിക്കപ്പെട്ടു. 1390 അബൂബക്കർ രാജസിംഹാസനത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. പിന്നീട് ദയനീയമായ മരണം വരിച്ചു. 1394
ജനുവരി മുഹമ്മദീൻ ഫിറോഷ് രോഗം വന്ന് മരിച്ചു. 1394 മാർച്ചില് അലാവുദ്ദീൻ സിക്കന്ദർ ഷാ രോഗം വന്ന് മരിച്ചു. 1397 മുഹമ്മദ് ഷാ മകന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടു. തൈമൂറിന്റെ മരണശേഷം മകൻ സയ്യദ് വംശത്തിലെ ഗിസിർ ഖാൻ മെയ് 20, 1421 വധിക്കപ്പെട്ടു. മുബാറക് ഷാ എന്ന പിൻഗാമി ഫെബ്രുവരി 20, 1434 ആക്രമികളാൽ വധിക്കപ്പെട്ടു. 1445 മുഹമ്മദ് ഷാ വധിക്കപ്പെട്ടു. 1451 നിഷ്കാസിതനായ അലാവുദ്ദീൻ അലം ഷാ 1478 ദാരുണമായി മരിച്ചു. 1454 അലാവുദ്ദീൻ രണ്ടാമൻ വധിക്കപ്പെട്ടു. 1461 ഒക്ടോബറിൽ ജാഫർ ഖാൻ അലാവുദ്ദീൻ സ്വന്തം സേവകരാൽ വധിക്കപ്പെട്ടു. 1463 നിസാം ഷാ മരിച്ചു. ലോഡി വംശം അധികാരമേറ്റെടുത്ത് 1489 ആദ്യത്തെ ലോഡി സുൽത്താനായ ബഹലോൾ ലോഡി വധിക്കപ്പെട്ടു. സിക്കന്ദർ ഷാ 1517 രോഗം വന്ന് മരിച്ചു. 1526 ലോഡി വംശത്തിലെ ഏറ്റവും ക്രൂരനായ ഇബ്രാഹിം ലോഡി ക്രൂരമായി തന്റെ അച്ഛനെ വധിച്ചു. 1526 ഇബ്രാഹിം ലോഡി സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനായി കാരാഗൃഹത്തിൽ വെച്ച് ദുരിതമനുഭവിച്ചു മരിച്ചു. ഭാരതത്തെ അടിമുടി ഇസ്ലാമീകരണത്തിന് വിധേയമാക്കിയ ബാബർ 1530 ചത്തു. 1545 ഷേർഷാ അഫ്ഗാൻ ആക്രമികളാൽ സൃഷ്ടിക്കപ്പെട്ട വെടിമരുന്ന് കൂനയിൽ അഗ്നിക്കിരയായി വെന്തു മരിച്ചു. 1553 തസ്ലാം ഷാ മരിച്ചു. തന്റെ ക്രൂരമായ പെരുമാറ്റങ്ങളിൽ മനം നൊന്ത് ഒക്ടോബർ 17, 1605 അക്ബർ മരിച്ചു. മകനായ സെലിം വിഷം കൊടുത്താണ് അക്ബറിനെ കൊന്നത്. 1627 ഖുസ്രു, പാർവേസ്, ഖുറം, ഷാഹര്യാർ എന്നീ പുത്രന്മാരുടെ അധികാര വടംവലിയാൽ ഹൃദയം പൊട്ടി ജഹാംഗീർ മരിച്ചു. ദാര, ഷംജ, ഔറംഗസീബ്, മുറാദ് എന്നീ 4 പുത്രന്മാരുടെ അധികാര വടംവലിയിൽ ആഗ്രയിൽ തടവിലാക്കപ്പെട്ട ഷാജഹാൻ കുടിനീര് പോലും ലഭിക്കാതെ 1664 മരിച്ചു. കാരാഗ്രഹത്തിലെ ഇരുളിൽ വർഷങ്ങളോളം നരകിച്ചാണ് ഷാജഹാൻ മരിച്ചത്. രാജ്യത്തിൽ അക്രമവും പിടിച്ചുപറിയും മക്കൾ തമ്മിൽ രക്തം ചീന്തിയ അധികാര വടംവലിയും കണ്ടുകൊണ്ട് 90-ാം വയസ്സിൽ മാർച്ച് 3, 1707 ഔറംഗസീബ് എന്ന ക്രൂരനായ ഭരണാധികാരി മരിച്ചു. 1712 ബഹാദുർ ഷാ മരിച്ചു. 1713 ജനുവരി 10 ജഹാംഗീർ ഷാ ക്രൂരമായി വധിക്കപ്പെട്ടു. 1719 ഫെബ്രുവരി 28 മറാത്ത സൈന്യവും ഹുസൈൻ അലിയുടെ സൈന്യവും ചേർന്ന് ഡൽഹി സുൽത്താനായ ഫറൂസ് ഷിറായെ തലവെട്ടി കൊന്നു. 1719 അടുത്ത ഭരണാധികാരി റാഫി ഉദ് ദൗല ഡിസൻട്രി പിടിച്ചു മരിച്ചു. 1748 ഏപ്രിൽ 26 മുഹമ്മദ് ഷാ വധിക്കപ്പെട്ടു. 1754 അഹമ്മദ് ഷാ വധിക്കപ്പെട്ടു. അതേ വർഷം ഗാസി ഉറുദ്ദീന്റെ മകൻ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. 1806 അലം വധിക്കപ്പെട്ടു. 1836 അക്ബർ രണ്ടാമൻ വധിക്കപ്പെട്ടു. 1857 റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട അവിടെ വെച്ച് ബഹാദുർ ഷാ എന്ന അവസാനത്തെ മുഗള ചക്രവർത്തിയും മരിച്ചു. ഇതാണ് വാളാൽ ജയിച്ചവൻ വാളാൽ വധിക്കപ്പെടുന്നു. ശരിക്ക് കാറ്റ് വിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന ബൈബിളിലെ വരി ഞാനിവിടെ ഉദ്ധരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളിലും മുസ്ലിം ഭരണാധികാരികളും എന്നും 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 അവർ കൊല്ലാനും ചാവാനും വേണ്ടിയാ ജനിച്ചത് എന്ന് ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന നമുക്ക് ഭാരതത്തിന്റെ 1000 വർഷത്തെ ചരിത്രം നോക്കിയാലും കാണാൻ സാധിക്കും. വളരെ വേഗത്തിലാണ് ഞാൻ വായിച്ചത്. ചിലപ്പോൾ 2 പ്രാവശ്യം കേൾക്കേണ്ടി വരും. നിങ്ങളിത് കേൾക്കണം. ഈ ചോര ചീന്തി മാത്രം ഭരിച്ച ഒരു വർഗത്തിന്റെ തുടക്കവും മധ്യവും അവസാനവും എന്താണെന്ന് അറിയണം. പ്രണാമം, നമസ്കാരം.